20% വരെ എഥനോൾ അടങ്ങിയതും എഞ്ചിന്റെ കേടുപാട് കുറയ്ക്കാൻ മിനിമം റിസർച്ച് ഒക്ടെയ്ൻ നമ്പർ 95 മാനദണ്ഡം പാലിച്ചതുമായ പെട്രോൾ മാത്രമേ രാജ്യത്ത് വിൽക്കാൻ പാടുള്ളൂവെന്ന് കേന്ദ്രം. ഏപ്രിൽ 1 മുതലാണ് ഇത് ബാധകം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എണ്ണക്കമ്പനികൾ 20% വരെ എഥനോൾ അടങ്ങിയ പെട്രോൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. മിനിമം റിസർച്ച് ഒക്ടെയ്ൻ നമ്പർ 95 മാനദണ്ഡം പെട്രോളിനുണ്ടായിരിക്കണമെന്നും എണ്ണ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. കരിമ്പ്, ചോളം അല്ലെങ്കിൽ ധാന്യം എന്നിവയിൽ നിന്നാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന് ശുദ്ധമായ പെട്രോളിനേക്കാൾ വായുമലിനീകരണം കുറവാണ്, ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുമാണ്. എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് സർക്കാർ നിർബന്ധമാക്കിയത്. കരിമ്പ്, ചോളം എന്നിവയുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ കർഷകർക്ക് ഇത് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തുന്നു. 2023-നും 2025-നും ഇടയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മിക്ക വാഹനങ്ങളും എഥനോൾ 20-ൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ്. എന്നാൽ പഴയ വാഹനങ്ങൾക്ക് മൈലേജിൽ നേരിയ കുറവ് ഉണ്ടാകും, അതായത് ഒരു 3 മുതൽ 7% വരെ കുറവ്. എഞ്ചിൻ കേടുപാടുകൾ തടയുന്നതിനാണ് മിനിമം റിസർച്ച് ഒക്ടെയ്ൻ നമ്പർ 95 വേണമെന്ന് നിർബന്ധിക്കുന്നത്. എഞ്ചിനുള്ളിൽ ഇന്ധനം തുല്യമായിട്ടല്ല കത്തുന്നതെങ്കിൽ കാലക്രമേണ എഞ്ചിൻ കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനാണ് മിനിമം റിസർച്ച് ഒക്ടെയ്ൻ നമ്പർ 95 മാനദണ്ഡം പാലിക്കണമെന്ന് നിർബന്ധിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒക്ടെയ്ൻ എന്നാൽ സമ്മർദ്ദ സാഹചര്യത്തിലും ഇന്ധനത്തിന്റെ സ്വയം നിയന്ത്രണത്തെ കാണിക്കുന്നു. ഉയർന്ന മിനിമം റിസർച്ച് ഒക്ടെയ്ൻ അഥവാ RON എന്നാൽ ഉയർന്ന കംപ്രഷനിലും ഇന്ധനം സ്ഥിരതയുള്ളതായി തുടരുന്നു എന്നാണ്. എഥനോളിന് സ്വാഭാവികമായും ഉയർന്ന ഒക്ടെയ്ൻ മൂല്യമുണ്ട്, ഏകദേശം 108 RON. 20% എഥനോൾ പെട്രോളിൽ കലർത്തുന്നത് റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്നു.